चित्रिता यात्मन परमपावनी कला सा शिवानि विदधातु शारदा शारदेन्दुकिरणोज्ज्वलाकृति। ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. രത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. മഹാഗുരുവിൻ്റെ പദാരവിന്ദങ്ങളിൽ ശതകോടി ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഈ ജ്ഞാന സത്സംഗത്തിലേക്ക് സമാഗതരായിരിക്കുന്ന സജ്ജനങ്ങൾക്ക് ഏവർക്കും വന്ദനം. വേദാന്ത സൂത്ര പഠനം സൂത്രം 10 ആണ് നാം ഇന്ന് വിചാരം ചെയ്ത് തീർക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂത്രം 10 ആരംഭിച്ചിരുന്നു. 9ഉം 10ഉം നമ്മൾ ചേർത്ത് തന്നെ പഠിക്കണം. ജ്ഞാതൃജ്ഞാനയോഹോ അന്യോന്യ വിഷയ വിഷയത്വാൻ മിഥുനത്വമിതി എന്നുള്ളതാണ് 9ാമത്തെ സൂത്രം. 10ാമത്തെ സൂത്രം ഏവം ജ്ഞാന ജ്ഞേയ വിഭാഗി എന്നുള്ളതാണ്. ഇതിന്റെ നോട്ടുകളൊക്കെ എല്ലാവരും വളരെ കൃത്യമായി തന്നെ എഴുതി രേഖപ്പെടുത്തി വയ്ക്കുക. കാരണം നമ്മളത് എഴുതി രേഖപ്പെടുത്തി വെക്കുമ്പോൾ അടുത്തൊരു തലമുറയിലേക്ക് നമുക്ക് ഇത് പകർന്നു കൊടുക്കുന്നതിന്
സഹായകമാകും. ഇപ്പോൾ വേദാന്ത സൂത്ര ജപം വളരെ ഭംഗിയായി വേദാന്ത സൂത്രം ജപിക്കുന്നത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. തെറ്റുകളൊന്നും കൂടാതെ നല്ല ഭക്തിയോടുകൂടി ഒരു വേദമന്ത്രം ഉച്ചരിക്കുന്ന ആ ഒരു ഭക്തി ധ്യാനത്തോടു കൂടി അത് ഉച്ചരിക്കുന്നത് കേട്ടപ്പോൾ സത്യത്തില് നല്ല നല്ല ആനന്ദം തോന്നിയിരുന്നു. അപ്പൊ അതിന് ഗുരു നമ്മളെ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ കൂടുതൽ ഇതിന്റെ സത്ത നമ്മിലേക്ക് തെളിയുന്നതിനായിട്ട് ഗുരുവിന്റെ കാരുണ്യം നമുക്കുണ്ടാകണം എന്ന് നമുക്ക് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് 10ാമത്തെ സൂത്രം വിചാരം ചെയ്യാം. ഏവം ജ്ഞാന ജ്ഞേയ വിഭാഗേ. നമ്മൾ പറഞ്ഞു, ത്രിപുടിയിലെ അറിവിനെ 2 സെക്ഷനായിട്ട് 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് 2 മിഥുനങ്ങളായി തിരിച്ചിട്ട് ഗുരു കൂടുതൽ ആഴത്തിൽ നമ്മളെ ആ ത്രിപുടിക്ക് അതീതമായ പരമസത്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ജ്ഞാതാവിനും ജ്ഞാനത്തിനും എപ്രകാരമാണോ വിഷയവിഷയിത്വം കൊണ്ട് മിഥുനത്വമുള്ളത്, ഏവം അപ്രകാരം ജ്ഞാനജ്ഞേയ വിഭാഗേ അറിവിനും അറിയപ്പെടുന്നതിനും മിഥുനത്വം ഉണ്ട് എന്ന് അറിയണം എന്നാണ് പറയുന്നത്. അറിയപ്പെടുന്നവനും അറിവിനും, അല്ലെങ്കിൽ അറിയുന്നവനും അറിവിനും എപ്രകാരമാണോ മിഥുനത്വം ഉണ്ട് എന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ അറിവിനും അറിയപ്പെടുന്നതിനും അതുപോലെ തന്നെ വിഷയീഭാവം കൊണ്ട് മിഥുനത്വം ഉണ്ട് എന്ന് അറിയണം എന്നാണ് സൂത്രത്തിന്റെ അർത്ഥം. നമ്മളത് തുടങ്ങി വെച്ചായിരുന്നു. ഇപ്പോ മിഥുനത്വം എന്ന വാക്കിനെ നമ്മൾ എടുത്തൊന്ന് പരിശോധിക്കുമ്പോൾ അറിവിന്റെ 3 പുടങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അറിയുന്നവനും അറിവും അറിയുന്ന വസ്തുവും അറിയപ്പെടുന്നതും. അറിയുന്നവൻ, അറിവ്, അറിയപ്പെടുന്നത്, അതായത് അറിയുന്ന വസ്തു. ഇങ്ങനെ അറിവിന് 3 പുടങ്ങളുണ്ട്. ഈ 3 പുടങ്ങളെയും വേർതിരിച്ചു പറയാതെ ഇങ്ങനെ ഓരോ 2 ജോഡികളായിട്ട് തിരിച്ചുകൊണ്ട് അതിലെ മിഥുനത്വവും പിന്നെ ഗുരു പറഞ്ഞ് മനസ്സിലാക്കിക്കുവാൻ ശ്രമിക്കുകയാണ് നമ്മളെ. 3 പുടങ്ങളെ വ്യക്തമായി 3 പുടങ്ങളെന്ന് പറയാതെ അതിനെ 2 ജോഡികളായിട്ട് തിരിച്ചിട്ട് അതിലെ മിഥുനത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ 3ലും പൊരുളായിരിക്കുന്നത് ഒരു സത്യമാണെന്ന് സാധകന് ഒന്നുകൂടി വിശദമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം അറിയുന്നവനെയും അറിവിനെയും എടുത്തു. രണ്ടാമത് എന്താ എടുത്തത്? അറിവിനെയും അറിയപ്പെടുന്നതിനെയും എടുത്ത് ഗുരു മിഥുനത്വം കൽപ്പിച്ച് തന്നിരിക്കുന്നു. അത് ഈ ത്രിപുടിയിലെ ജ്ഞാനത്തെ തന്നെ ഒന്നുകൂടി നമ്മൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ കാരണം എല്ലാ അറിവുകളും സംഭവിക്കുന്നത് ഒരേ ബോധത്തിലാണ്. ഈ ലോകത്ത് എന്തെല്ലാം അറിവുകളുണ്ടോ, എന്തെല്ലാം ജ്ഞാതാവിന് എന്തെല്ലാം അറിവുകളുണ്ടോ, അതെല്ലാം സംഭവിക്കുന്നത് ഒരേ ഒരു ബോധത്തിലാണ്. അതായത് ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്. അധ്യാത്മശാസ്ത്രത്തിന്റെ സത്ത ഇതാ. ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, ബോധമില്ലയോ പ്രപഞ്ചമില്ല. രണ്ടും ഒന്നൊന്നെടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. രണ്ടും ഒന്നിനൊന്ന് ചേർന്നിരിക്കുന്നതാണ്. എപ്രകാരമാണോ കുടത്തിലെ ആ മണ്ണിനെ കുടത്തിൽ നിന്ന് മാറ്റി വയ്ക്കാനാവാത്തത്, അതുപോലെ അറിയുന്നവനെയും അറിവിനെയും അല്ലെങ്കിൽ അറിയപ്പെടുന്നതിനെയും അറിവിനെയും മാറ്റി പറയാൻ സാധ്യമല്ല. 3ലും പൊരുളായിരിക്കുന്ന സത്യം ഒന്ന് തന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഒരാള് സ്വന്തം ഉണ്മയെ, എന്റെ ഉണ്മയെ ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ അതൊരു സ്വാഭാവിക ജ്ഞാനമല്ല. മറ്റെങ്ങോ ഇരിക്കുന്ന ഒന്നിനെ ഞാൻ അറിയുന്നതല്ല അത്. അപ്പോൾ സ്വന്തം ഉണ്മയെ സ്വയം അറിയുന്നത് നിരുപാധികമായ ജ്ഞാനമാണ്. ജ്ഞാനം 2 വിധം, സ്വാഭാവികം, നിരുപാധികം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു ജ്ഞാനദർശനം ദർശനമാലയിൽ തുടങ്ങണത് തന്നെ. അപ്പോ അവിടെ അവനവനെ അറിയുന്ന ജ്ഞാനം നിരുപാധിക ജ്ഞാനമാണ്, അതൊരു വിഷയജ്ഞാനമല്ല എന്നുള്ളത് ഒരു ബേസ് ആയിട്ട് മനസ്സിലാക്കണം. അപ്പോ ഒന്ന് പറഞ്ഞു നോക്കിയേ. സ്വന്തം ഉണ്മയെ സ്വയം അറിയുന്നത് നിരുപാധികമായ, യാതൊരു ഉപാധിയും കൂടാത്ത ജ്ഞാനമാണ്. അതിനാണ് നിരുപാധികം എന്ന് പറയാം.
യാതൊരു ഉപാധിയും കൂടാതെ സ്വയം തന്റെ ഉണ്മയെ താൻ തന്നെ അനുഭവിച്ചറിയുന്നത് ഒരു പുറത്തുനിന്നുള്ളൊരു വസ്തുവിനെ തേടി പിടിച്ച് കണ്ടെത്തി അറിയുന്ന ഒരു അറിവല്ല അത്. എന്താ? വിഷയജ്ഞാനമേ അല്ല, നിരുപാധികമായ ജ്ഞാനം തന്നെയാണ്. അപ്പോ ആ അറിവിനെ നാം അനുഭവിക്കുമ്പോൾ, നമ്മളിൽ തന്നെ സത്തായിരിക്കുന്ന ആ പൊരുളിനെ നാം അറിയുമ്പോൾ, അനുഭവിക്കുമ്പോൾ, ജ്ഞാതാവായ അറിവും ജ്ഞേയമായ അറിവും ഒന്നായി മാറും. അറിയപ്പെടുന്നതും അറിവ് തന്നെയാണ്. എല്ലാവരും വളരെ നിശബ്ദമായി ശാന്തമായിരുന്നു വേണം ഇത്തരത്തിലുള്ള അതിഗഹനമായ ആഴത്തിലുള്ള കൃതിയൊക്കെ പഠിക്കാൻ കേട്ടോ. അപ്പോ ഇല്ലെങ്കിൽ നമുക്കിത് ഒന്നും വെറും ശബ്ദം ജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം എന്നായി പോവും അല്ലെ. അപ്പോ ഈ ശബ്ദത്തിന്റെ കാരണത്തെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശബ്ദം വെച്ചുകൊണ്ടിരുന്ന മനസ്സിലാവില്ല. അറിവിനെ അനുഭവിച്ചു കഴിയുമ്പോൾ, സാക്ഷാത്കരിച്ചു കഴിയുമ്പോൾ ജ്ഞാതാവായ അറിവും ജ്ഞേയമായ അറിവും രണ്ടല്ലാതായി മാറുന്നു, ഒന്നായി മാറുന്നു എന്നറിയണം. അതിനൊരു ഉദാഹരണം അധ്യാത്മശാസ്ത്രത്തിൽ പറയുന്നൊരു ഉദാഹരണമുണ്ട്. സമുദ്രത്തിന്റെ ആഴമളക്കാൻ പോയ ഉപ്പുപാവയുടെ അവസ്ഥ പറയാറുണ്ട്. ഉപ്പുപാവ വിചാരിച്ചു സമുദ്രത്തിന്റെ ആഴം ഒന്ന് അളന്നിട്ട് വരാമെന്ന്. അപ്പോൾ സമുദ്രത്തിലേക്ക് എടുത്ത് ചാടി. പക്ഷേ ആ സമുദ്രത്തിലേക്ക് ചാടിയ ഉപ്പുപാവ ഒരിക്കലും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ആ കടലിലെ സത്തായി മാറി, ഉപ്പായി മാറി. അതുപോലെ അന്വേഷകൻ തന്നെയാണ് അന്വേഷണ വസ്തുവായി ഇരിക്കുന്നത്. നമ്മളിൽ തന്നെ പൊരുളായിരിക്കുന്ന സത്യത്തെ പഠിക്കാനാണ് ഇത്രയും ഗഹനമായ കൃതിയൊക്കെ പഠിക്കണേ. അല്ലെങ്കിൽ ഇത്രയും സത്സംഗങ്ങൾ നമ്മൾ ചെയ്യണേ എന്തിനാ? നമ്മളിൽ തന്നെ പൊരുളായിരിക്കുന്ന സത്യത്തെ അറിഞ്ഞ് അനുഭവിക്കാൻ വേണ്ടിയിട്ടാ. നമുക്കറിയില്ല അത് എങ്ങനെയാ അനുഭവിക്കുന്നതെന്ന്. കാരണം സ്വരൂപ വിസ്മൃതി സംഭവിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വഴി മറന്ന യാത്രക്കാരാണ്. എന്തൊക്കെയോ ജീവിത ലക്ഷ്യത്തിനു വേണ്ടി സഞ്ചരിക്കുന്നു നാം. അതുകൊണ്ട് അന്വേഷകൻ തന്നെയാണ് അന്വേഷണ വസ്തു എന്ന മഹത്തായ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതാണ് ഗുരു പറഞ്ഞത്, ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം, വാഴണം നിത്യം, വാഴണം സുഖം. അപ്പോ അതിലേക്ക്, ആ ആഴമേറിയ ആ ഈശ്വരസത്തയിലേക്ക് നമ്മള് ആകവേ ആഴണം. എന്തെങ്കിലുമൊക്കെ പുറത്ത് പിടിച്ചു വെച്ചുകൊണ്ട്, മനസ്സിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കൂട്ടി വെച്ചുകൊണ്ട് അതിലേക്ക് ആഴാൻ ആഗ്രഹിച്ചാൽ അത് ആഴാൻ പറ്റില്ല. എല്ലാ പിടികളും മനസ്സുകൊണ്ട് വിട്ടിട്ട് വേണം നമ്മൾ ആ ആഴമേറിയ ആ ഈശ്വര മഹിമയിലേക്ക് എത്താൻ. പിടി വിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മാർഗം തെളിഞ്ഞു വരും. പിടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ മനസ്സുകൊണ്ട് പതുക്കെ ഒന്ന് വിട്ട് കഴിയുമ്പോൾ പതുക്കെ നമുക്ക് ഈ ചൈതന്യം തെളിഞ്ഞു വരും. അങ്ങനെ സർവ്വ പിടി വിട്ടാൽ മാത്രമേ നമുക്ക് ആഴാൻ പറ്റൂ. അല്ലെങ്കിൽ അതിനെ സ്പർശിക്കാൻ പോലും പറ്റില്ല നമുക്ക്. ഇനി ആണ്ടാൽ മാത്രമേ, അതിലേക്ക് ആണ്ടുപോയാൽ മാത്രമേ നമുക്ക് അവിടെ സ്ഥിരമായി വാഴാൻ പറ്റുള്ളൂ. അങ്ങനെ സ്ഥിരമായി ആ ഈശ്വര മഹിമയിൽ ഇരുന്നാൽ മാത്രമാണ് സുഖം കിട്ടുക. ഈ സുഖം തേടിയല്ലേ മനുഷ്യ ജീവിതത്തിന്റെ യാത്ര മൊത്തം. എന്തെല്ലാം ചെയ്യുന്നു അല്പസുഖം കിട്ടുന്നതിന് വേണ്ടി. എന്നിട്ട് ഈ കിട്ടിയ സുഖങ്ങളെല്ലാം നമുക്ക് സുഖമാണോ തരണേ? കടുത്ത ദുഃഖമാ തരണേ. കടുത്ത ദുഃഖം തന്നിട്ട് ഇട്ടിട്ട് പോവും. അപ്പോൾ കാരണം എന്താന്ന് വെച്ചാൽ ഗുരു നമ്മളോട് പറഞ്ഞു തന്നു ശിവശതകത്തിലെ, സുഖവും ഒരിക്കലുമില്ല, ദുഃഖമല്ലാതെ ഇഹപരലോകവുമില്ല തെല്ലുപോലും. എന്തുകൊണ്ടാണ് അവസാനം എല്ലാം ദുഃഖമായി മാറുന്നതെന്ന് വെച്ചാൽ ഇത് ഇല്ലാത്ത ഭ്രമമാണ്. ശാശ്വതമായ സത്യമല്ല ഇത്. ചരിച്ച് പരിണമിക്കുന്ന ഒന്നിനെ നിത്യസുഖമെന്ന് കരുതി നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നാൽ ദുഃഖമല്ലാതെ പിന്നെ എന്താ കിട്ടുക? അപ്പോഴും ശാശ്വതമായ സത്യം നമ്മൾ അറിയപ്പെടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, അനുഭവിക്കാതെ ഇരിക്കുകയാണ്. അവിടെയാണ് സുഖം കിട്ടുന്നത് എന്നറിയാനാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിക്കണത്. ഇവിടെ സദാശിവ ദർശനത്തിന്റെ 10ാം ശ്ലോകത്തിൽ ഒരു ശിവസ്തുതിപരമായ കൃതിയാണെങ്കിലും ഗുരു എന്താണോ ഒരു മനുഷ്യൻ, ഒരു ജീവൻ പ്രാർത്ഥനയിലൂടെ എത്തിപ്പെടേണ്ടത് എന്താണോ
അത് എല്ലാ കൃതികളിലും ആ സത്ത് എടുത്തു വെച്ച് തന്നിട്ടുണ്ട്. ഒരു കൃതിയെങ്കിലും നമ്മൾ മനസ്സിരുത്തി ആഴത്തിൽ വിചിന്തനം ചെയ്തു പഠിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി 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 ആധ്യാത്മികതയിൽ മുന്നേറാൻ സാധിക്കും. അപ്പൊ ഇവിടെ സദാശിവ ദർശനത്തിലെ ശിവനെ ബ്രഹ്മപ്രതീകമാക്കി വെച്ചുകൊണ്ട് ഗുരു 10ാം ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലേ, അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ, എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ. എന്നാ എന്നെ ഇന്ദ്രിയങ്ങളോടൊപ്പം ഒന്ന് എടുത്തു വിഴുങ്ങുന്നത് ഭഗവാനെ? എന്നാണ് ഈ കര കാണാ കടലിൽ നിന്ന് ഒന്ന് കരകയറാനായിട്ട് സാധിക്കുന്നത് ഭഗവാനെ? അപ്പൊ അതായത് ഇവിടെ പുരാണങ്ങളെല്ലാം പ്രതീകങ്ങളാണ് കേട്ടോ. പുരാണങ്ങളിൽ പറയുന്ന കഥകൾക്ക് പുറകെ നമ്മൾ പോകാതെ പുരാണങ്ങളിൽ പറയുന്ന തത്വമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കാരണം വേദതത്വങ്ങള് സാധാരണ മനുഷ്യ മനസ്സുകളിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ട് വരുന്ന കാലത്താണ് പുരാണിക് പീരീഡ് വരുന്നത്. അപ്പോഴാണ് കഥകൾ ചേർത്തുകൊണ്ട് വേദതത്വത്തെ അതിലേക്ക് നിറച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും കൂടെ ആരാണ് വലുത് എന്നുള്ള ചർച്ച തുടങ്ങുകയാണ്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവാണോ പാലനകർത്താവായ വിഷ്ണുവാണോ, നിലനിർത്തുന്ന എല്ലാത്തിനെയും നിലനിർത്തുന്ന വിഷ്ണുവാണോ വലുത് എന്നുള്ള ചർച്ച വന്നപ്പോഴാണ് അവരുടെ ഇടയിൽ ഒരു ജ്യോതിർലിംഗം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആ ജ്യോതിർലിംഗത്തിന്റെ അടിഭാഗം, അതിന് എവിടെ നിന്നാണ് വന്നത് എന്നറിയാൻ വേണ്ടി അടിഭാഗം നോക്കി വിഷ്ണു താഴത്തേക്ക് സഞ്ചരിച്ചു പന്നിയായിട്ടല്ലേ. അടിക്കു പന്നി പോയി മുടിക്കൊരന്നവും പറന്നു. അപ്പൊ ബ്രഹ്മാവാണെങ്കിൽ അതിന്റെ മുകൾ ഭാഗം കണ്ടെത്താനായിട്ട് ബ്രഹ്മാവും രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. ആ അഗ്നിശൈലത്തിനെ ഇന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതാണ് ഗുരു പറഞ്ഞത്, മഹാദേവനും ബ്രഹ്മനും മുൻപരായോരോ മായയിൽപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതും ദാതാവിനും ആ മാധവനും കൂടിയമേയം വിധാവിധി നിൻ വൈഭവം ആരാണുര ചെയ്യുവാൻ എന്നൊക്കെ ഗുരു ചില സന്ദർഭങ്ങളിൽ ത്രിമൂർത്തികളെ ഏത് ദേവതയാണോ സ്തുതിക്കുന്നത് ആ ദേവതയെ ഒഴിവാക്കിയിട്ട് ബാക്കി രണ്ട് മൂർത്തികളെയും ചേർത്തുകൊണ്ട് ഗുരു ഇങ്ങനെ ബാഹ്യമായി അന്വേഷിച്ചാൽ കിട്ടില്ല എന്നാണ് തത്വം. അവിടെ നിന്നെ ഇന്നും കണ്ടതില്ല. കാരണം മുകളിലും താഴെ അതാണ് ഒരു ആത്മോപദേശ ശതകത്തിൽ ഒരു ശ്ലോകം ഉണ്ടല്ലോ, അടിമുടി അറ്റം അതുണ്ട് ഇതുണ്ട് അതുണ്ടെന്നടിയിടും അല്ലേ. അടിയാണോ മുടിയാണോ അറ്റമാണോ അതാണോ ഇതാണോ അല്ലെ എന്ന് വെച്ചാൽ അടിയിടും. ഇതാണോ സത്യം? പക്ഷെ ആദിമസത്തയുള്ളതെല്ലാം ഗുരുവിന് ഒരു രണ്ടാമതൊന്നും മാറ്റി പറയേണ്ട ആവശ്യമില്ല. ആദിമസത്ത ഉള്ളതെല്ലാം അത് തന്നെ എന്ന് ഗുരു പറയുന്നു. അപ്പൊ ഇവിടെ പുറമെ അന്വേഷിച്ചാല് ശാശ്വതമായ സത്യത്തെ കണ്ടെത്താനാവില്ല എന്നുള്ളതാണ് സദാശിവ ദർശനത്തിലെ 10ാം ശ്ലോകം പറയുന്നത്. ആ സത്യത്തെ അവനവനിൽ തന്നെ തിരയുമ്പോൾ, ആ മറ്റ് താത്വികമായി ഇതിനെ പറയുമ്പോൾ അപാനവായു അധോദശയിലേക്കും ഉദാനപ്രാണൻ ആ പ്രാണൻ മുകളിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നത്, പ്രാണനും അപാനനും. അപ്പോൾ ഈ പ്രാണ അപാനൻ ഹൃദയദേശത്ത് ഒന്നായി ചേർന്ന് ഈ പ്രാണൻ അടങ്ങുന്ന ആ സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരവും എല്ലാം ഒന്നായി മാറുന്ന ഒരു അനുഭവത്തെ അനുഭവിച്ചുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ. അപ്പൊ പരമസത്യം ഉപ്പായി മാറിയതുപോലെ പരമസത്യം അന്വേഷിച്ച് അനുഭവിച്ച് അതായി മാറുമ്പോൾ ആ ഇന്ദ്രിയവും മനസ്സും പ്രാണനും എല്ലാം 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 ഒരേ ഒരു സത്യമായി മാറുന്ന ആ ഏകദാനതയെ ഏകാത്മകതയെ അനുഭവിക്കാൻ നമുക്ക് ആകും എന്നെങ്കിലും അക്കാഡമിക് ലെവലിലെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ എന്നാണ് നമ്മൾ മഹാഗുരുവിനോട് പ്രാർത്ഥിക്കുക. എന്നാണ് ഭഗവാനെ എന്നെയും ആ സുഖത്തിന് ഉടമയാക്കി മാറ്റുന്നത്. ഈ പറച്ചിലുകളെല്ലാം നിർത്തി, ഈ ഓട്ടപ്പാച്ചിലുകളെല്ലാം നിർത്തി മൗനമായി ഇരിക്കാൻ എന്നാണ് ആവുക? എന്നാണ് ഈ സുഖം ഒന്ന് അനുഭവിക്കാനാവുക? അല്ലെ? ഇതാണ് നമുക്ക് ഗുരുവിനോട് എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പം അതുപോലെ അങ്ങനെ ഗുരുവിന്റെ കൃതികൾ ഓരോന്നും അങ്ങനെയാണ്.
ഓരോ കൃതികളും നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാമാണ്. ഓം സർവോത്തമ സുഖദായ നമ എന്നല്ലേ, അങ്ങനെയല്ലേ ആ ഗുരുഷ്പാഞ്ജലി മന്ത്രത്തിൽ പറയുന്നത്. നിരുപാധിക പരബ്രഹ്മവിദേ നമ. ഇതുപോലെ സകല മന്ത്രങ്ങളും ചെന്ന് അവസാനിക്കുന്നത് ഈ ഗുരു അനുഭവിച്ച ആ പരമാത്മ സ്വരൂപന്റെ പരമാത്മസത്തയെ അനുഭവിച്ച ആ അനുഭവത്തെ വാഴ്ത്തിക്കൊണ്ടാണ് ഈ ഗുരുഷ്പാഞ്ജലി മന്ത്രം ഓരോന്നും കടന്നു പോകുമ്പോൾ സ്തുതിക്കുന്നത്. എന്നിട്ട് നമുക്കിപ്പോഴും ഗുരു ആരാണെന്നുള്ളതിലാണ് സംശയം, അല്ലെ? അപ്പോ ഇവിടെ നമ്മൾ പറയേണ്ടത് ഉപ്പുപാവ ഉപ്പായി മാറി, അതുപോലെ തന്നെ സത്യം സാക്ഷാത്കരിച്ചു കഴിയുമ്പോൾ അപാന പ്രാണനെയൊക്കെ നമ്മൾ പ്രാണനെ അടക്കി കഴിയുമ്പോഴാണ് അതിനപ്പുറമുള്ള ആനന്ദ അനുഭവത്തെ നമുക്ക് അനുഭവിക്കാനാവുക എന്നാണ് ഗുരു പറഞ്ഞു തരുന്നത്. അപ്പോ നമ്മൾ അക്കാഡമിക് ലെവലിൽ പഠിക്കുന്ന നമുക്ക് ഇങ്ങനെ ഒരു ആനന്ദം ഉണ്ടെന്ന് അനുഭവിക്കാനാകുമോ? ആകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഇതൊക്കെ അനുഭവിച്ചവർക്കല്ലേ ഇത് പറയാനാവുള്ളൂ. നമുക്കിത് പഠിക്കാനല്ലേ പറ്റൂ, അല്ലെ? എപ്പോഴും വല്ലാത്ത സങ്കടം തോന്നും. ഒരംശമെങ്കിലും അതിനകത്തൊന്നും നുണയാൻ സാധിച്ചെങ്കിൽ ഗുരുവെന്ന്. അപ്പോ അറിവ് അറിയുന്നവനോട് കൂടാതെ ഒരിക്കലും ഇരിക്കുന്നില്ല. അനുഭവിക്കുന്നവരുടെ ഉണ്ട് കേട്ടോ. നല്ല സുഖമായി എപ്പോഴും ആരിയ്ക്കുന്നുണ്ടോ അവരാ അനുഭവത്തിലാണ്. ഏത് പ്രാരബ്ധങ്ങളിലും ഏത് കർമ്മങ്ങളിലും ഏത് ജീവിത ക്ലേശങ്ങളിലും സുഖവും സ്വസ്ഥവും ശാന്തവുമായി ഇവിടെ ഇരിക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ടോ അവര് ആ സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാ. അല്ലാതെ പുറത്തുനിന്ന് വന്ന് നീ സുഖാവസ്ഥയിൽ ആണട്ടോ എന്നാരും പറയുന്നതല്ല. ജീവിതത്തിലെ സുഖമായിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിന് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് വഴിയിലാണ് എന്നുള്ളതാണ്. ഒരു ദുഃഖവും ബാധിക്കാത്ത അവസ്ഥ. അപ്പോ അറിവ് അറിയുന്നവനോട് കൂടാതെ ഒരിക്കലും ഇരിക്കുന്നതല്ല. അതാണ് അതിന്റെ ബേസ് കേട്ടോ. അറിവ് അറിയുന്നവനോട് കൂടാതെ ഒരിക്കലും ഇരിക്കുന്നതല്ല. അറിവിനെ വിട്ടത ഞാനുമില്ല. അത് ബേസാണ്. പഠിച്ചോണം കേട്ടോ. എല്ലാവരും അത് കാണാതെ പഠിക്കുക. ഉരുവിട്ട് പഠിക്കുക. അത് നമ്മളെ കുറിച്ച് പറയുന്നതേ. അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകയില്ല അറിവും പ്രകാശം മാത്രം. ടീച്ചർ അത് ഗ്രൂപ്പിലേക്കൊക്കെ പലവട്ടം എഴുതിയും അതിന്റെ ആശയവും ഒക്കെ എടുത്തിടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉരുവിട്ട് പഠിക്കുക. അപ്പോൾ അതുപോലെ തന്നെ പിന്നെയും ഗുരു പറയുന്നുണ്ട്, അറിവ് അറിയുന്നവൻ എന്നു രണ്ടുമോർത്താൽ ഒരു പൊരുളാം അതിലില്ല വാദമേതും. അല്ലെ? ഈ സൂത്രം വിചാരം ചെയ്യുമ്പോഴല്ലാതെ നമ്മൾ എപ്പോഴാ ഇതൊക്കെ ആവർത്തിച്ച് പറയാ, അല്ലെ? അപ്പോ ആവർത്തന വിരസത ഒന്നും തോന്നണ്ട. നമ്മളിത് കൂടുതൽ പഠിക്കണം, ചിന്തിക്കണം. ആത്മോപദേശ ശതകത്തിലെ 59-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്, അല്ലെ? അറിവറിയുന്നവൻ എന്ന് രണ്ടുമോർത്താൽ ഒരു പൊരുളാം അതിലില്ല വാദമേതും. അറിവെന്ന് പറഞ്ഞ ജ്ഞാനം, അറിയുന്നവൻ എന്ന് പറഞ്ഞ ജ്ഞാതാവ്. ജ്ഞാതാവിനെയും ജ്ഞാനത്തെയും ഓർത്താൽ രണ്ടും ഒരു പൊരുളാണ്. അതിൽ വാദമൊന്നും വേണ്ട. വാദിച്ചാലും അത് മറ്റൊന്നാണെന്ന് സമർത്ഥിക്കാൻ ഈ ലോകത്തില് ഒരു തത്വശാസ്ത്രത്തിനും സാധ്യമല്ല. അതാണ് ഗുരു പറയുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം ഉണ്ടല്ലോ, ഏത് വേദത്തിലാന്ന് പറയാമോ? പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള മഹാവാക്യം വരുന്നത്. ആ മഹാവാക്യങ്ങൾ 4 പറഞ്ഞോളൂ. ഋഗ്വേദത്തിലെ ഏത് ഉപനിഷത്താണ്? ഐതരേയോപനിഷത്ത്, അല്ലെ? ഋഗ്വേദത്തിലെ ഐതരേയോപനിഷത്ത് പറയുന്നതാണ് പ്രജ്ഞാനം ബ്രഹ്മ, അല്ലെ? പ്രജ്ഞാനം പ്രകർഷേനയുള്ള ജ്ഞാനം, അറിവാണ് ഈശ്വരൻ. നാം ശരീരമല്ല, അറിവാകുന്നു, അല്ലെ? ശരീരമുണ്ടാകുന്നതിന് മുന്നിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അല്ലെ? ആ ജ്ഞാനം ഏതെല്ലാം നാമവും രൂപവും സകല നാമരൂപ ഉപാധികൾക്കും അപ്പുറമുള്ള ആ ജ്ഞാനം നാശമില്ലാത്തതാണ് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നതും അതുകൊണ്ടാണ്. പ്രജ്ഞാനം ബ്രഹ്മ, ജ്ഞാനം ആത്മസ്വരൂപമാണെന്ന് സിദ്ധാന്തിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം ആത്മസ്വരൂപമാണെന്ന് പറയുന്ന ഉപനിഷത്ത് ഏതാണ്? ടീച്ചറെ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ നോക്കും കേട്ടോ. ജ്ഞാനം ആത്മസ്വരൂപമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും.
പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത് ഏത് ഉപനിഷത്തിലെയാണ്? അതിന് ആധാരമായിട്ടുള്ള വേദമേത്? അതല്ലെങ്കിൽ ജ്ഞാനം ആത്മസ്വരൂപമാണെന്ന് സിദ്ധാന്തിക്കപ്പെട്ടിരിക്കുന്നു ഏത് ഉപനിഷത്തിലാണ്, ഏത് മഹാവാക്യത്തിലാണ്? അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം. കാരണം നമ്മുടെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലൊക്കെ ഗുരു നിരവധി പ്രാവശ്യം ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ഗുരു നമ്മെ കൊണ്ട് എത്തിക്കുന്നത് എങ്ങോട്ടാ ഗുരു നമ്മെ കൊണ്ടുപോകുന്നത് എന്നാണെങ്കിൽ ത്രിപുടിക്ക് അതീതമായ അറിവിലേക്കാണ്. ത്രിപുടിയിലെ അറിവല്ല, ത്രിപുടിക്ക് അതീതമായ അറിവിലേക്കാണ് ഗുരു നമ്മെ കൊണ്ടുപോകുന്നത്. അതായത് ആ ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപത്തിലേക്കാണ് ഗുരു നമ്മെ കൊണ്ടുപോകുന്നത്. അപ്പോ അധിഷ്ഠാനമാകുന്ന അറിവാകുന്ന ആത്മാവിൽ നിന്ന് ത്രിപുടിയിൽ ഉണ്ടാകുന്ന ആ ത്രിപുടിയിലെ അറിയുന്നവനും അറിയപ്പെടുന്ന, ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അറിയുന്നവനും അറിവും അറിയപ്പെടുന്ന വസ്തുവുമാണല്ലോ ത്രിപുടി. അതിൽ അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും മാറി മാറിക്കൊണ്ടിരിക്കും, കാലങ്ങൾക്കനുസരിച്ച് അത് വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതിലെ ജ്ഞാനം മാറ്റമില്ലാത്തതാണ്. അത് ഒരേ നിലയിൽ വിളങ്ങുന്ന മഹത്തായ അറിവാണ്. ത്രിപുടിയിലെ ആ അറിവ്, ആ മൂന്നിനും ആധാരമായിരിക്കുന്ന അറിവ് മഹത്തായ അറിവാണ്, മാറ്റമില്ലാത്തതായ അറിവാണ്. ഇനി അറിവ് എന്നുള്ള കൃതി നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമുക്ക് ഓരോ കൃതിയും എഴുതിയിട്ട് പഠിക്കണം. കാരണം ഇതിന്റെ ഈ ശ്ലോകത്തിന്റെ വിശദീകരണം, നമ്മുടെ ഈ 2 സൂത്രങ്ങളുടെ വിശദീകരണം മുഴുവനായിട്ടും അറിവ് എന്ന കൃതിയിലുണ്ട് കേട്ടോ. അറിവ് 5-ാം ശ്ലോകത്തില് പറയുന്നുണ്ട്, അറിവിനെ അറിയുന്നീലിങ് അറിയും നേരത്തു രണ്ടുമൊന്നായി. അറിവിനെ അറിയുന്നീല, മാറി നിന്ന് അറിവിനെ അറിയാൻ പറ്റില്ല. അറിയും നേരത്ത് രണ്ടും ഒന്നായി. ഇനി അറിവിനെ അറിയുമ്പോൾ അറിയുന്നവനും അറിവ് ഒന്നായി മാറിയുന്നു. ഇതൊക്കെ അല്ലാതെ നമ്മൾ വേറെ ഏതോ കോട്ട് ചെയ്ത് പറയാ. അപ്പോ അതുപോലെ തന്നെ അറിവ് 12-ാം ശ്ലോകം ഒന്ന് വെറുതെ എടുത്ത് നോക്കിക്കേ. അറിവിലെ 12-ാം ശ്ലോകം, അറിവെന്നതു നീ അതു നിന്നറിവിട്ട് അറിയപ്പെടുന്നതെന്നായി. അറിവെന്നതു നീ അറിവ് തന്നെയാണ്, അറിയുന്നവൻ അറിവ് തന്നെയാണെന്നാണ് അതിന്റെ അർത്ഥം. അറിവെന്നതു നീ അത് നിന്നറിവിട്ട് അറിയപ്പെടുന്നതെന്നായി. എന്നുവെച്ചാല് നമ്മൾ ഒരു വസ്തുവിനെ ബാഹ്യമായ, ഇപ്പൊ ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ഇന്ദിര ടീച്ചറിനെ ഞാൻ കാണുവാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു വിളക്ക് കാണുവാണ്. ആ വിളക്കിനെ ഞാൻ കാണുമ്പോൾ ഞാൻ അറിയുന്നവനാണ്, വിളക്ക് അറിയപ്പെടുന്നതാണ്. അപ്പോൾ ഈ വിളക്ക് പുറത്താണ് കണ്ടത് എന്നാണ് നമ്മുടെ ചിന്ത. ഈ അറിയപ്പെടുന്നവനെ എന്നിൽ നിന്ന് ഭിന്നമായി പുറത്താണ് കണ്ടത് എന്നാണ് നമ്മുടെ ഒരു 99 അല്ലെങ്കിൽ 100% പേരും ആധ്യാത്മികതയിലെ ആഴങ്ങളിലേക്ക് എത്തിയവർക്ക് പോലും ചിന്ത എന്താ, പുറത്താണ് കണ്ടതെന്നാണ്. പക്ഷെ അവിടെ സത്യം ഗുരു പറയാണ്, അറിവെന്നതു നീ അറിവ് തന്നെയാണ്, നിന്നറിവിട്ട് അറിയപ്പെടുന്നതെന്നായി എന്ന് പറഞ്ഞ എന്താ, നീ ഒരു വസ്തുവിനെ കാണുമ്പോൾ നിന്നിലെ ആ അജ്ഞാനമറ ഒരു നിമിഷം നീങ്ങിയിട്ട് ആ സ്വരൂപം ആ വസ്തു രൂപത്തിൽ പരിണമിക്കുകയാണ്. ആ വിളക്കിന്റെ രൂപത്തിൽ ആത്മസത്യം തന്നെയാണ് അവിടെ തെളിയിച്ചത്. എന്നിട്ട് ആ വിളക്ക് തെളിഞ്ഞത് ആ ഉള്ളിലാണ്, പുറത്തല്ല. പുറത്തൊരിക്കലും ഒരു ജ്ഞാനം പുറത്ത് തനിയേ വരില്ല, അല്ലേ? കണ്ണിന് അത് അദ്വൈത ദീപികയിൽ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോ ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ആത്മസ്വരൂപത്തിലെ അജ്ഞാനം ഒരു നിമിഷം, അതിന് ഭാനദർശനത്തിൽ വ്യക്തമായി പറയണ്ട, ഒരു നിമിഷം ഒന്ന് മാറി ആ വസ്തുവാകാര രൂപത്തിൽ നമ്മുടെ ജ്ഞാനം, ആത്മവെളിച്ചം അതിലെത്തുമ്പോഴാണ് ആ വസ്തു ആകാരത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് തെളിയുന്നത്. മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പുറത്തല്ല വസ്തുക്കൾ ഒന്നും തെളിയുന്നത്, പുറത്തല്ല, അകത്ത് തന്നെയാണ്. ഗുരു എത്ര ആഴത്തിലുള്ള ദാർശനികതയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. എത്ര ആഴമാണ് ഇതിന്, എത്ര ഡെപ്താണ് ഭഗവാനെ അവിടുത്തെ കൃതികൾക്ക്. നമുക്ക് താങ്ങുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് മനസ്സിലാക്കിയെടുക്കും ഭഗവാനെ എന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു ഗുരുവിനോട്. കാരണം നമ്മൾ കാണുന്ന എല്ലാം പുറത്താ. പക്ഷെ ഗുരു പറയുന്നത് ആത്മചൈതന്യം തന്നെയാണ് ആ വസ്തു ആകാര രൂപത്തിൽ പരിണമിച്ച ആ വസ്തുവിന്റെ ജ്ഞാനം തെളിയുന്നത് ഉള്ളിൽ തന്നെയാണ്. ഉള്ളിലെ ബോധം തന്നെയാണ് ആ വസ്തുവായി വസ്തുവിനെ കാണിച്ച് അത് തെളിയിക്കുന്നത്, പുറത്തല്ല എന്നാണ് പറയുന്നത്. അറിവെന്നതു നീ അതു നിന്നറിവിട്ട്
അറിയപ്പെടുന്നതെന്നായി. അപ്പോ അറിവും നീ തന്നെ, അറിയുന്നവനും നീ തന്നെ, അറിയപ്പെടുന്ന വസ്തുവും നീ തന്നെ. മനസ്സിലായെന്ന് തോന്നുന്നു. അറിയുന്നവൻ നീ തന്നെ, അറിയപ്പെടുന്ന വസ്തു നീ തന്നെ, അറിയുക എന്ന ആ അറിവും നീ തന്നെ. അതുകൊണ്ടാണ് ഗുരു ഇത്ര വ്യക്തമായി ജ്ഞാതൃജ്ഞാനങ്ങളെയും ജ്ഞാനജ്ഞേയങ്ങളെയും മാറി മാറി ഗുരു നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഗുരു പറയുന്നുണ്ട്, അറിവിനെ, നമ്മൾ പറഞ്ഞു, അറിവിനെ അറിയുന്നീലിങ് അറിയും നേരത്തു രണ്ടും ഒന്നായി എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പോൾ പരമസത്യം സാക്ഷാത്കരിക്കുമ്പോൾ അറിവും അറിയുന്നവനും ഒന്നായി മാറുന്നു എന്നർത്ഥം. അപ്പോൾ ഇനി അടുത്തത് ഇതിന്റെ ഈ പോയിന്റ് ഒന്ന് കുറിച്ച് വെക്കാവുന്ന പോയിന്റാണ് നമുക്ക് കേട്ടോ. അതായത് ഉപനിഷത്തിന്റെ ചിന്താധാരയിലൂടെ, ഋഷിയുടെ ദർശനത്തിലൂടെ, ഉപനിഷത്ത് ഋഷിയായ ഗുരുവിന്റെ ആ ആഴത്തിലുള്ള ചിന്താധാരയിലൂടെ ഈ സൂത്രം പരിശോധിക്കുമ്പോൾ ഏവം ജ്ഞാന ജ്ഞേയ വിഭാഗേ എന്ന സൂത്രം നാം പരിശോധിക്കുമ്പോൾ ജ്ഞേയം എന്നത് അറിയപ്പെടേണ്ടത് അല്ലെങ്കിൽ സാക്ഷാത്കരിക്കപ്പെടേണ്ടത് എന്നർത്ഥം. ജ്ഞേയം എന്ന വാക്കിന് അറിയപ്പെടേണ്ടത് അല്ലെങ്കിൽ സാക്ഷാത്കരിക്കപ്പെടേണ്ടത് എന്നർത്ഥം. അപ്പോൾ സാക്ഷാത്കരിക്കപ്പെടേണ്ടത് എന്തിനെയാണ്? ജ്ഞേയം അറിയപ്പെടേണ്ടത് അല്ലെങ്കിൽ സാക്ഷാത്കരിക്കപ്പെടേണ്ടത് എന്തിനെയാണ്? സാക്ഷാത്കരിക്കപ്പെടേണ്ടത് അറിവിനെ. അതായത് ആ അറിവിനെ ഗുരു എന്ത് പേരിട്ട് നമുക്ക് വിളിക്കാം? ബ്രഹ്മം അല്ലെങ്കിൽ പരമസത്യം അല്ലെങ്കിൽ അഖണ്ഡബോധം എന്നൊക്കെ പറയാം അല്ലെ. അപ്പോ സാക്ഷാത്കരിക്കേണ്ടത് ബ്രഹ്മത്തെയാണ്. അത് സർവത്ര നിറഞ്ഞിരിക്കുന്നു. അത് അപ്പോ അജ്ഞേയം എന്ന വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞു നോക്കിയേ. അറിയപ്പെടേണ്ടത് അല്ലെങ്കിൽ സാക്ഷാത്കരിക്കപ്പെടേണ്ടത്. എന്തിനെയാ സാക്ഷാത്കരിക്കപ്പെടേണ്ടത്? ബ്രഹ്മത്തെ. ആ ബ്രഹ്മം സർവത്ര പറഞ്ഞ് നിറഞ്ഞിരിക്കുന്നു അല്ലെ. നിറഞ്ഞിരിക്കുന്ന സത്യമാണ്. ആ സത്യത്തെയാണ് നമുക്ക് നമ്മിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന പൊരുളായി സാക്ഷാത്കരിക്കേണ്ടത്. അതായത് ദർശനമാലയിലെ ഭക്തി ദർശനത്തിന്റെ 1ഉം 2ഉം ശ്ലോകങ്ങൾ പറയുമ്പോൾ ഗുരു ആദ്യം പറയണ എന്താ? ഭക്തി ആത്മാനുസന്ധാനാണ് എന്ന് പറഞ്ഞിട്ട് തന്നിലെ സ്വരൂപത്തെ തിരയുന്നതാണ് ഭക്തി എന്ന് പറഞ്ഞിട്ട് ഗുരു പറഞ്ഞു. എന്തിനാ അത് തിരയണേന്ന് വെച്ചാൽ ആത്മാ ആനന്ദഘനക, അവിടെയാ ശരിയായ ആനന്ദം ഇരിക്കണേ. അതുകൊണ്ടാണ് നമ്മൾ തിരയണം. ഒരു കാര്യമില്ലാതെ നമ്മള് നമ്മിലെ സ്വരൂപത്തെ തിരയാൻ പോകുന്ന, ഒരു പണിയില്ലാണ്ട് തിരയാൻ പോകുന്നതല്ല. ഒന്ന് ബോറടിക്കുന്ന റിട്ടയർമെന്റ് അയച്ചു തരാം, അവനവന്റെ ഉള്ളിലേക്ക് നോക്കി ഒന്ന് തിരയാ, അങ്ങനെയല്ല. നേരം പോകാനല്ല അത്. എന്തിനാ നമ്മൾ തിരയണത്? നമുക്ക് ഇതുവരെയും കിട്ടാത്ത ശാശ്വത സുഖം അവിടെ ഉണ്ട്. അതിനാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ ഭക്തി ആത്മാനുസന്ധാനം. ആത്മാവിനെ അനുസന്ധാനം തുടരെ ധ്യാനിക്കുക തന്നിലെ സ്വരൂപത്തെ. എന്തിനാന്ന് വെച്ചാൽ ആത്മാ ആനന്ദകനക, അവിടെ ആനന്ദമുണ്ട് അല്ലെ. സദാ ബ്രഹ്മാനുസന്ധാനം ഭക്തി അല്ലെ. അടുത്ത വരി എങ്ങനെയാ ഒന്ന് പറഞ്ഞേ. ആത്മാനമനുസന്ധത്തെ സദൈവാത്മവിദാത്മന അല്ലെ. ആത്മാനമനുസന്ധത്തെ സദായേവ ആത്മവിത്ത്, എല്ലായ്പ്പോഴും ആത്മാവിനെ അറിഞ്ഞവൻ. ആത്മാനമനുസന്ധത്തെ, ആത്മാവിനെ തന്നെയാണ് തേടുന്നത്. നമ്മൾ ആത്മാവിനെ അറിയാത്ത കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി സുഖം കിട്ടാനെ തേടി എത്ര കാലമായി സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. ഗുരു പറയാണ് ആത്മാനമനുസന്ധത്തെ ആത്മവിത്ത് സദൈവ, എല്ലായ്പ്പോഴും. അപ്പോ ആത്മാവിനെ ഉള്ളിലാണ് തിരയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഗുരു അടുത്ത ശ്ലോകത്തിൽ പറയാണ് അനുസന്ധീയതേ ബ്രഹ്മാനന്ദഘനോ യതഃ സദാ ബ്രഹ്മാനുസന്ധാനം ഭക്തി. എന്നിട്ട് പറയാണ് ആ പൊരുള് തന്നെയാണ്, തന്നിൽ നിറഞ്ഞിരിക്കുന്ന ആ ആത്മസത്യം തന്നെയാണ് ബ്രഹ്മ. ഈ പ്രപഞ്ചത്തിൽ സർവ്വതിലും ബ്രഹ്മതി വർദ്ധിച്ചിരിക്കുന്ന, വ്യാപിച്ചിരിക്കുന്ന, പരന്നിരിക്കുന്ന, നിറഞ്ഞിരിക്കുന്ന, സ്പന്ദിക്കുന്ന ആ ചൈതന്യം. അത് അനുസന്ധീയതേ ബ്രഹ്മാനന്ദഘനോ യതഃ. ആത്മാനന്ദം അനുഭവിച്ചവർക്ക് മാത്രമേ എന്തു പറയാൻ മനസ്സിലാവുകയുള്ളൂ. തന്നിൽ നിറഞ്ഞിരിക്കുന്ന പൊരുള് തന്നെയാണ് സമസ്തയിലും നിറഞ്ഞിരിക്കുന്ന പൊരുള് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അവനാണ് അവരെ പറയാണ് സദാ ബ്രഹ്മാനുസന്ധാനം ഭക്തി. ആത്മാനുസന്ധാനം ഭക്തി. അടുത്ത തലം
ബ്രഹ്മാനുസന്ധാനം ഭക്തി. അപ്പോൾ ഉള്ളിൽ വിളക്ക് തെളിഞ്ഞാൽ മാത്രമേ ആ പുറത്തെ വെളിച്ചത്തിലെ നമുക്ക് അനുഭവിക്കാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ ആ പുറത്തെ വെളിച്ചത്തെ അനുഭവിച്ചതായി മാറിയ ഗുരുവാണ് നമ്മളോട് പറയുന്നത്, ആദ്യം നിന്നിൽ തന്നെ തെളിയോ. അത് തന്നെയാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞു പുഴുവിനോട് പോലും ഗുരു എത്ര കാരുണ്യത്തോടു കൂടിയാണ് ഗുരു ഇടപെട്ടത്, സംസാരിച്ചത്. ഒരു കുഞ്ഞു പുഴുവിനെ കുറിച്ച് പറയുമ്പോൾ പോലും, കാരണം എല്ലാതും ആ ബ്രഹ്മത്തിന്റെ പ്രകടിത ഭാവങ്ങളായിട്ട് കണ്ടതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, സാക്ഷാത്കരിക്കേണ്ടത് ബ്രഹ്മത്തെയാണ്. അത് സർവത്ര നിറഞ്ഞിരിക്കുന്നു. അതിനെ തന്നിൽ നിറഞ്ഞിരിക്കുന്ന പൊരുളായിട്ട് ആ സത്യത്തെ നമുക്ക് ഓരോരുത്തർക്കും സാക്ഷാത്കരിക്കാം. ആ സത്യമാണ് നമ്മളാക്കി വെച്ചിരിക്കുന്നതെന്നെങ്കിലും നമ്മൾ അറിയണ്ടേ. നമ്മുടെ മക്കളോ, നമ്മുടെ ബാങ്ക് ബാലൻസോ, നമ്മുടെ പദവികളോ, നമ്മുടെ കാറോ, നമ്മുടെ വില കൂടിയ ആഭരണങ്ങളോ ഒക്കെയാണോ നമ്മളാക്കി വെച്ചിരിക്കുന്നത്? അതൊക്കെ വില കെട്ടു പോകുന്ന ഒന്നാണ് അല്ലെ. അതിനൊന്നും ഒരു വിലയുമില്ലാത്തൊരു അനുഭവത്തിലേക്ക് നമ്മൾ മാറുന്നത് എപ്പോഴാണ്? നമ്മുടെ ഈ ശരീരം നഷ്ടപ്പെടുന്ന സമയത്തല്ലേ. അപ്പോഴും നമ്മൾ ആ ആനന്ദഘനമായ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ആ ഒരു സത്യത്തെ കുറിച്ച് നമ്മൾക്ക് ബോധം വരുന്നേയില്ല. അപ്പൊ അതിനെ പതുക്കെ അതിനെ ഉപാസന ചെയ്യുക. ശാന്തമായിട്ട് അതിനെ തന്നെ നമുക്ക് ഉപാസന ചെയ്യാനായിട്ട് സാധിക്കണം. ഇവിടെ നമ്മൾ പറയാം, ജ്ഞേയത്തെ നമുക്ക് ആത്മസത്ത എന്ന് മനസ്സിലാക്കാമല്ലോ. ജ്ഞേയത്തെ നമുക്ക് ആത്മസത്ത എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ആത്മസത്തയുടെ സ്വരൂപം ജ്ഞാനമാണ്. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ജ്ഞേയം അറിയപ്പെടേണ്ടതാണ്, സാക്ഷാത്കരിക്കപ്പെടേണ്ടത് ബ്രഹ്മത്തെയാണ്. ആ ബ്രഹ്മ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. അതിനെ തന്നിൽ തന്നെ സാക്ഷാത്കരിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ജ്ഞേയം ആത്മസത്യം തന്നെയാണ്. അറിയപ്പെടുന്നത് മറ്റൊന്നുമല്ല, ആത്മസത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞു, നീ സത്യം, ജ്ഞാനം, ആനന്ദം എന്നൊക്കെ പറയുന്നത്. ജ്ഞേയം ആത്മസത്യ തന്നെയാണ്. ആത്മസത്തയുടെ സ്വരൂപം ജ്ഞാനമാണ്. ആത്മസത്തയുടെ സ്വരൂപം എന്താണ്? ടീച്ചറിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആത്മസത്തയുടെ സ്വരൂപം ജ്ഞാനമാണ്. അപ്പൊ ജ്ഞേയം എന്താണെന്ന് ചോദിച്ചാൽ ജ്ഞേയം ആത്മസത്തയാണ്. ആത്മസത്ത തന്നെയാണ്, ആത്മചൈതന്യം തന്നെയാണ് അറിയപ്പെടുന്നത്. അതിന്റെ സ്വരൂപം ജ്ഞാനമാണ്. അപ്പോ ഇവിടെ ഇങ്ങനെ പറയണേ എന്തിനാന്ന് വെച്ചാൽ, ഇവിടെ ജ്ഞാതാവായിരിക്കുന്നത് ജ്ഞാനം തന്നെയായ ആത്മാവാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ രണ്ട് സൂത്രങ്ങളുടെയും കാതല്. ജ്ഞാതാവായിരിക്കുന്നത്, അറിയുന്നവനായിരിക്കുന്നത് അറിവ് തന്നെയായ ആത്മാവാണ്. ജ്ഞാതാവായിരിക്കുന്നത് ജ്ഞാനം തന്നെയായ ആത്മാവാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ നമുക്ക് ജ്ഞാനമേത് ജ്ഞാതാവേതെന്ന് വകതിരിച്ചറിയുക ബുദ്ധിമുട്ടാണ്. ഇനി ആർക്കെങ്കിലും അങ്ങനെ വകതിരിച്ചറിയണമെന്ന് തോന്നിയാൽ, നിർബന്ധമുണ്ടെങ്കിൽ അന്യോന്യം ജ്ഞാനവും ജ്ഞേയവും എന്ന് വേണമെങ്കിൽ പറയാം. അതിനാണ് ഗുരു ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്നത്. അറിവിനെ അറിയുമ്പോൾ അറിയുന്നവനും അറിവും ഒന്നായി മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അറിയുന്നവനാരെ അറിവ് ഏതെന്ന് വേർതിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ തേനിന്റെ കാര്യം പറഞ്ഞില്ലേ. തേനീച്ച തേൻ കൊണ്ടുവന്ന് പല നിറങ്ങളിലും പല രുചികളിലും ഒക്കെയുള്ള പുഷ്പങ്ങളിൽ നിന്ന് തേൻ കൊണ്ടുവന്ന് ഒറ്റ രുചിയുള്ള തേനാക്കി മാറ്റിയപ്പോൾ പിന്നെ അതിന് ഞാൻ ഏത് പുഷ്പത്തിലെയാണെന്ന് അതിന് തിരിച്ചറിയാൻ പറ്റില്ല. ഒന്നായി മാറിയതുപോലെ അറിയുന്നവനും അറിവും ഒന്നായി മാറുമ്പോൾ ജ്ഞാതാവേത് ജ്ഞാനം ഏത് എന്ന് വേർതിരിച്ചറിയുക ബുദ്ധിമുട്ടാണ്. അങ്ങനെ വകതിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ഓപ്ഷൻ വരുന്നത്. അന്യോന്യം ജ്ഞാനവും ജ്ഞേയവും എന്ന് പറയേണ്ടി വരും, വിഷയവും വിഷയവും എന്ന് പറയേണ്ടി വരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പ്രധാനവും അപ്രധാനവുമായിട്ട് നമുക്ക് രണ്ടിനെയും പറയാം. ഇതാണ് ഈ സൂത്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പൊരുള്. അറിയുന്നവൻ അറിവ് തന്നെ. പിന്നെ നമുക്കൊരു സംശയം തോന്നാം, എന്തിനാണ് ഗുരു പിന്നെ ഇങ്ങനെ ഇത്രയും ഭേദങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുന്നത്? എന്തിനാണ് ഈ ക്ലേശകരമാക്കി ഇതിനെ പറയുന്നത് എന്നാണെങ്കിൽ, അവിടെയാണ് നമ്മൾ ജനിനവരത്ന മഞ്ജരിയിൽ ഗുരു പറഞ്ഞിരിക്കുന്ന പോലെ വാഴ്ത്തുവാനും അരുതേ. ഉപനിഷത്ത് അങ്ങനെയാ. വാക്കുകൊണ്ട് പറയാനാവാത്ത സത്യത്തെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും.
ഒരു പറഞ്ഞില്ലേ, വാഴ്ത്തുവാനും അരുതേ. 8 ശ്ലോകങ്ങളും ജന്യ നവരത്ന മഞ്ജരിയിൽ നമ്മളെ പഠിപ്പിച്ചിട്ട് പറഞ്ഞു തന്നിട്ട് 9ാമത്തെ ശ്ലോകത്തിൽ ഈ 8 ശ്ലോകങ്ങളുടെ സത്ത ചേർത്ത് വെച്ച് ആ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം അറിഞ്ഞ് പഠിച്ചാൽ മതി. ജന്യ നവരത്ന മഞ്ജരിയുടെ ആത്മാവാണത് 9ാമത്തെ ശ്ലോകം. അതിനകത്ത് പറയുന്നുണ്ടല്ലോ എന്താണ് വേദാന്ത ശാസ്ത്രം മുഴുവൻ ഗുരു ഉൾക്കൊള്ളിച്ചിരിക്കുക അതില്. 9ാമത്തെ ശ്ലോകത്തിൽ ഭൂവാദിഭൂതം അതിന് ആവാസമില്ല, വെറും ആഭാസമാം. പഞ്ചഭൂതങ്ങൾക്കേ സ്വന്തമായി നിലനിൽപ്പില്ല, വെറും പ്രതീതി മാത്രമാണ്, ആഭാസമാണ്, ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്ന പ്രതീതി മാത്രമാണ്. അറിവിനാഭാവിശേഷം, ഇത് അറിവിന്റെ പ്രകാശം മാത്രമാണ്. ഇതിനാവാസം ഇങ് ഉലകിൽ ആപാദിതം ഭവതിയാൽ. ബ്രഹ്മശക്തിയായ ദേവിയാണ് ഈ പ്രാപഞ്ചിക വസ്തുക്കൾക്ക് അധിഷ്ഠാന സത്തയായി നിൽക്കുന്നത്. എന്നിട്ട് പറയണം, നവാദിതൻ വിഷയിതാവാസം ഭവതാവാസം ആകെ വിലസും ദ്യോവാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനാവാത്ത, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാത്ത, മനസ്സിന് വിഷയമാകാത്ത അല്ലെ ആ സത്യത്തെ, ആ ബ്രഹ്മസത്യത്തെ പറയാണ് ആകെ വിലസും ദ്യോവാണ്. എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ മഹാകാശത്തിൽ എങ്ങും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്. ഇതിന്റെ മഹിമാവ് ആരറിഞ്ഞു ജനനീ, വാഴ്ത്തുവാനും അരുതേ. കാരണം അറിഞ്ഞവർക്ക് ഇത് ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, എനിക്കിതെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എനിക്കിത് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴാണ് മനസ്സിനപ്പുറമുള്ള ഒരു സത്യത്തെ നമ്മൾ മനസ്സിലായി എന്ന് എന്തർത്ഥത്തിലാണ് പറയണത്. അപ്പൊ അതാണ് ഗുരു പറയണത്, വാഴ്ത്തുവാനും അരുതേ. വാക്കുകൊണ്ട് പറയാനാവുന്നില്ല, പറഞ്ഞു പോയാൽ അത് ദ്വൈതത്തിലായിപ്പോ. അതുകൊണ്ട് ഇത് വാഴ്ത്തുവാൻ പറ്റാത്ത സത്യമെന്ന് ഗുരു പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ എന്തിനാ ഗുരു നമുക്ക് ഇതൊക്കെ തന്നത് ഭഗവാനെ? അജ്ഞാനികളായ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വാക്കുകൾ ഉപയോഗിക്കുകയാണ് ഗുരു. അതാണ് മൊഴി വന്ന് മൗന നിലയായി മുഴങ്ങുന്നിതാ. ഇതിന്റെ ഈ പ്രപഞ്ച സത്യത്തെക്കുറിച്ചും പരമാത്മ സത്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന സന്ദർഭങ്ങളിൽ മുനിയുടെ ഭാവമായ മൗനത്തിലിരിക്കുന്ന ഗുരു പറയാറുണ്ട്, മൊഴി വന്ന് മൗന നിലയായി മുഴങ്ങുന്നിതാ. പറയാനാവാതെ മൗനത്തിൽ ആണ്ടുപോകുന്നു. ഗുരു പലപ്പോഴും കൃതികളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലേ. ആ മൗനം ഒരു സങ്കടക്കടലായി നമ്മളിലേക്ക് പെയ്യണം. ആ മൗനത്തെ വാക്കുകളാക്കി 64ഓളം കൃതികളൊക്കെ ആക്കി നമുക്ക് തന്നപ്പോ നമ്മുടെ കണ്ണീരിൽ നിന്നാണ് ആ മൊഴികൾ, ആ മൗനം വാക്കായി ഊർന്നു വീണത്, ഗുരുവിൽ നിന്ന് ഊർന്നു വീണതല്ലേ. ഗുരു മൗനമാണ് ഇഷ്ടം, ആ മൗനത്തിൽ ആനന്ദമാണ് ഇഷ്ടം. പക്ഷെ ആ ആനന്ദത്തിൽ അങ്ങനെ ഇരിക്കാതെ അതിൽ നിന്ന് ഊർന്നു വീണ വരികൾ അത്രയും എന്തിനായിരുന്നു? വേദനിക്കുന്ന ഏഴകളുടെ കണ്ണീരൊപ്പാനും ഈ ദുഃഖത്തിൽ നിന്ന് കരകയറ. ഏതെങ്കിലും ഒരു ജന്മത്തിലെങ്കിലും ഭഗവാനെ ഇതൊക്കെ ഒന്ന് ചെവി കൊണ്ട് കേട്ട് മനസ്സിലാകാത്ത വലിയ വലിയ വേദാന്തമൊക്കെയാണ്, എനിക്കിതൊന്നും പിടികിട്ടുന്നില്ല. എങ്കിലും എൻ്റെ കർണപുടങ്ങളിലേക്ക് ഈ ശബ്ദം ചെന്ന് അലച്ചലച്ച് ഏതോ ഒരു നിമിഷത്തില് അത് എന്നിൽ പ്രകാശമായി തെളിഞ്ഞ് ഞാനൊന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ ഭഗവാനെ. ഗുരു ആഗ്രഹിച്ചതും അതാണ്. നമ്മൾ ആ ജ്ഞാനത്തിലേക്ക് അമരണമെന്നാണ് ഗുരു ആഗ്രഹിച്ചത്. അപ്പോ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഇത് അജ്ഞാനിയായ ഒരുവന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഗുരു ഇങ്ങനെ ഭേദകൽപ്പനയൊക്കെ വെച്ച് ജ്ഞാതാവിനെയും ജ്ഞാനത്തെയും പിന്നെ ജ്ഞാനത്തെയും ജ്ഞേയത്തെയും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ ത്രിപുടിക്കതീതമായ സത്യത്തെ പറഞ്ഞു വെക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഈ വാക്കുകൾ കൊണ്ട് പറയാനാവാത്ത സത്യത്തെ കാണുന്ന പ്രാപഞ്ചിക വസ്തുക്കളെ വെച്ചുകൊണ്ട് ഗുരു അതിനതീതമായ സത്യത്തെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ അജ്ഞാനികൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി തന്നെയാണ് ഗുരു ഇങ്ങനെ ഭേദകൽപ്പനയിലൂടെ നമുക്കിതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ സത്യാനുഭവത്തിലെ പോയിന്റ് കുറിച്ച് വെക്കട്ടെ. സത്യാനുഭവത്തിലെ ജ്ഞാതൃജ്ഞാനങ്ങളും ജ്ഞാനജ്ഞേയങ്ങൾക്കും ഭേദകൽപ്പനയില്ല എന്ന് മനസ്സിലാക്കിക്കാനാണ് ഗുരു ഇത് പറഞ്ഞു തന്നത്. പരമസത്യാനുഭവത്തിൽ ജ്ഞാതൃജ്ഞാനങ്ങൾക്കും, ആദ്യത്തെ 9ാം സൂത്രത്തിൽ പറഞ്ഞ
ജ്ഞാതൃജ്ഞാനങ്ങൾക്കും 10ാം സൂത്രത്തിൽ പറഞ്ഞ ജ്ഞാനജ്ഞേയങ്ങൾക്കും ഭേദകൽപ്പനയില്ല. സത്യാനുഭവത്തിൽ രണ്ടും ഒന്നായി മാറുന്നു. അറിവറിയുന്നവനെന്ന് രണ്ടു മൂർത്താൽ ഒരു പൊരുളാം, അതിലില്ല വാദമേതും. അപ്പോ ഒന്നുകൂടെ പറയാം, സത്യാനുഭവത്തില് ജ്ഞാതൃജ്ഞാനങ്ങൾക്കും ജ്ഞാനജ്ഞേയങ്ങൾക്കും ഭേദകൽപ്പനയില്ല എന്ന് മനസ്സിലാക്കിക്കാനാണ്. ഇനി ഭഗവത്ഗീതയിലെ 13ാമത്തെ അധ്യായത്തിൽ 18ാമത്തെ ശ്ലോകമുണ്ട് കേട്ടോ. അതായത് നമ്മളൊക്കെ ഈശ്വരനെ തേടി അലയുന്നവരാണ്. ഈശ്വരനെ തേടി അലയുന്ന നമ്മളോട് പറയുന്നുണ്ട്, അറിയുന്നവനായ നീയും അറിയപ്പെടുന്നതായ പ്രപഞ്ചവും നീ അറിവ് കൊണ്ട് ജ്ഞാനം കൊണ്ട് പ്രാപിക്കേണ്ട വസ്തു എല്ലാം നിന്നിൽ തന്നെയാണ് എന്ന് പറയുന്ന ഒരു ശ്ലോകം നമുക്കിവിടെ വളരെ വളരെ സ്യൂട്ടബിൾ ആയിട്ട് കോട്ട് ചെയ്യാൻ എളുപ്പമാണ്. നോക്കൂ, ജ്യോതിഷാമഭി നമ്മള് തജ്ജ്യോതി പഠിച്ചപ്പോൾ ഇതിന്റെ ഒരു ഭാവം പഠിച്ചിട്ടുണ്ട്. ജ്യോതിഷാമഭി തജ്ജ്യോതിഹി തമസഃ പരമുച്യതേ. ജ്യോതിഷാമഭി തജ്ജ്യോതി തമസഃ പരമുച്യതേ. ചേർത്ത് പറയുകയാണെങ്കിൽ തജ്ജ്യോതിസ് തമസഃ ഇരിക്കുമ്പോ തജ്ജ്യോതിഹി തമസഃ പരമുച്യതേ. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം. ഒന്നുകൂടി നോക്കാം. ജ്യോതിഷാമഭി തജ്ജ്യോതി, അല്ലയോ പരമസത്യമേ, അവിടുന്ന് എല്ലാ പ്രകാശങ്ങൾക്കും പ്രകാശമായിരിക്കുന്ന പരമപ്രകാശമാണല്ലോ. ജ്യോതിഷാമഭി തജ്ജ്യോതിഹി. എന്നിട്ട് പറയാണ് ഹൃദി തമസഃ പരമുച്യതേ, എല്ലാ ഇരുട്ടുകൾക്കും അപൂർവമായി സ്ഥിതി ചെയ്യുന്ന പ്രകാശമാണ്. എല്ലാ അപ്പുറമുള്ളത്, എല്ലാ ഇരുട്ടുകൾക്കും അപ്പുറമുള്ളത്, എല്ലാ ഇരുട്ടിനും അതീതമായിട്ടുള്ളവനാണ് നീ. അപ്പോ ഇരുട്ടെന്ന് പറഞ്ഞ പ്രകാശത്തിന്റെ അഭാവത്തെയാണ് ഇരുട്ടെന്ന് പറയുക. അപ്പോ എന്നിട്ട് പറയണം ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം, അറിവായിരിക്കുന്നതും അറിയപ്പെടുന്നതായിരിക്കുന്നതും അറിവ് കൊണ്ട് സാക്ഷാത്കരിക്കേണ്ടതായിരിക്കുന്നതും ഒക്കെയായ നീ. ഇത്രയും വലിയ തത്വശാസ്ത്രമൊക്കെ നമുക്ക് അധ്യാത്മ ഗ്രന്ഥങ്ങൾ പറഞ്ഞു തന്നിട്ടും നമുക്ക് എന്താ അധ്യാത്മികതയിൽ ഒരു ഉറപ്പും അറിവും ഇല്ലാത്തതെന്ന് ആലോചിച്ചു പോകും. ഭഗവത്ഗീത പാരായണമൊക്കെ ഓടി നടന്ന് ചൊല്ലും, പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന തത്വം എന്താണെന്ന് നമ്മൾ ഒരു നിമിഷം ഒന്ന് ഇരിക്കാനോ ചിന്തിക്കാനോ ഒക്കെ നമുക്ക് ഒരു സമയം കിട്ടുകയാണെങ്കിൽ, നമ്മളത് മനസ്സ് കാണിക്കുകയാണെങ്കിൽ എത്ര മാറ്റം നമുക്കുണ്ടാവും. 13ാം അധ്യായത്തിൽ 18ാം ശ്ലോകം നോക്കാം. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം, എന്നിട്ട് പറയാണ് ഹൃദി സർവസ്യ വിഷ്ടിത, അറിവായിരിക്കുന്നതും അറിയപ്പെടുന്നതായിരിക്കുന്നതും ജ്ഞാനം കൊണ്ട് പ്രാപിക്കുന്നതായിരിക്കുന്നതുമായ ഇത് സർവസ്യ ഹൃദി വിഷ്ടിതം, സർവസ്യ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. കണ്ടോ? ജ്യോതിഷാമഭി തജ്ജ്യോതി തമസഃ പരമുച്യതേ, ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം. എന്നർത്ഥം പറഞ്ഞു നോക്കിയേ. സുന്ദരേശ്വര സാർ അതിന്റെ അർത്ഥം ഒന്ന് പറയാൻ ശ്രമിച്ചേ. അത് പ്രകാശങ്ങൾക്കെല്ലാം ജ്യോതിഷുകൾക്കും ജ്യോതിഷായ അത് തമസ്സിന് അപ്പുറമാണെന്ന് പറയപ്പെടുന്നു. ജ്ഞാനവും ജ്ഞേയവും ജ്ഞാനഗമ്യവും അതുതന്നെ, അത് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതൊന്നും ആവർത്തിച്ച് അണ്ടർലൈൻ ചെയ്ത് പഠിക്കണമെന്നോ? എവിടെ സ്ഥിതി ചെയ്യുന്നത്? സർവസ്യ ഹൃദി വിഷ്ടിതം. ഭഗവാന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു സർവസ്യ ഹൃദി വിഷ്ടിതം, എല്ലാവരുടെയും ഹൃദയത്തിലാ ഇരിക്കണേ. ഹൃദയത്തിൽ ഇരിക്കുന്നതിനെ തൊഴണമെങ്കിൽ പോലും കാശ് കൊടുക്കണം നമുക്ക്. അത് 1, 2, 5000 രൂപ കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് ഒരു നിമിഷം കാണാൻ പറ്റും. നമ്മളെപ്പോഴും വിഡ്ഢികളായി പോകുന്നത് അതുകൊണ്ടാണ്. സത്യം അറിയാതെ ഓടുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നത്. അപ്പൊ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് സർവസ്യ ഹൃദി വിഷ്ടിതം, എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അടുത്ത ശ്ലോകം ഏതാണെന്നൊന്ന് നോക്കിയേക്കണേ സാറേ. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ, ഏതദ് യോ വേത്തി തം വേത്തി ക്ഷേത്രജ്ഞഃ ഇതി തദ്വിദഃ. ഞാനിവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്, അതിന്റെ റോ നമ്പർ ഇട്ടില്ല. ഇതം ക്ഷേത്രം തഥാ ജ്ഞാനം
അല്ല, അതല്ല ടീച്ചറെ, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ ഏതദ് യോ വേത്തി തം വേത്തി ക്ഷേത്രജ്ഞഃ ഇതി സദ്വിദഃ. ഞാൻ നമ്പർ ഇട്ട് തന്നോളാം, ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കൂ. 12-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകമാണ്. ഓക്കെ, 12 1-ാം ശ്ലോകം. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ. നമ്മൾ പഠിക്കണം കേട്ടോ. അലയോ കൗന്ദേയ കുന്തിപുത്ര അർജുന, ഇതം ശരീരം, ഈ ശരീരം, ക്ഷേത്രം ഇതി അഭിധീയതേ, ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു. നമ്മുടെ ശരീരത്തിന്റെ മാതൃകയിലാണ് ദേവാലയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ, അല്ലേ? അപ്പൊ ശരീരമാകുന്ന ആ ഒറിജിനൽ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഒറിജിനൽ മൂർത്തിയെ കാണാതെ ഡ്യൂപ്ലിക്കേറ്റ് ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് മൂർത്തിയെ തേടാൻ ഓടുന്നവരല്ലേ നമ്മള് ആണ്. അപ്പൊ പറയണ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ, ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് അഭിധീയതേ വിളിക്കുന്നു. ഇനി ഏതത് യോ യഹ, യോ എന്നുള്ളത് യഹ, ഏതത് ഈ കാര്യം, ഈ ശരീരത്തെ, ഈ ജഡമായ ശരീരത്തെ, യഹ വേത്തി, ആരാണോ അറിയുന്നത്, ഈ ജഡത്തിനെ ആരാണോ അറിയുന്നത്, തം വേത്തി ക്ഷേത്രജ്ഞ, അവനെ ക്ഷേത്രജ്ഞൻ എന്നറിയണം, ആത്മാവെന്നറിയണം, മൂർത്തി എന്നറിയണം. ക്ഷേത്രത്തിലിരിക്കുന്ന മൂർത്തി ആരാണെന്ന് പറയാണ്, സർവ്വതിനെ അറിയുന്നവനാകണം. അതുപോലെ നമ്മളാകുന്ന ജഡമയമായ ശരീരത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രജ്ഞൻ, ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അവനാണ് സർവ്വതിനെയും ജ്ഞാതാവായിരിക്കുന്നത്. ഏത് ക്ഷേത്രത്തിലെ മൂർത്തിയെ കാണാൻ പോണതും ഈ ശരീരമാവുന്ന ക്ഷേത്രത്തിലെ മൂർത്തിയാണ്. മൂർത്തിയുടെ ബോധത്തിലാണ് ആ ക്ഷേത്രം പോലത്തിലെ വിഗ്രഹം പോലും തെളിയുന്നത് എന്ന ബോധം നമുക്ക് ഉണ്ടാവണ്ടേ? ആ ബോധം നമുക്ക് ഉണ്ടാകണം. ഏതത് യോ വേത്തി, ഈ ശരീരത്തെ ആരാണോ അറിയുന്നത്, തം വേത്തി ക്ഷേത്രജ്ഞ, അവനെ ക്ഷേത്രജ്ഞനെന്ന്, ആത്മാവെന്നറിയണം. ആത്മാവെന്ന് തദ്വിദ, അത് ആ പരമസത്യം അറിയുന്നവർ, അതിനെ അറിഞ്ഞവർ ഇതിനെ ആത്മാവെന്ന് വിളിക്കുന്നു. അപ്പോ ആത്മാവാകുന്ന ദേവാലയത്തിൽ, ശരീരമാകുന്ന ദേവാലയം, ആ ദേവാലയത്തിൽ ഒരു ക്ഷേത്രജ്ഞനുണ്ട്, ഒരു മൂർത്തിയുണ്ട്. അതിനെ എന്ന് നമുക്ക് ആരാധന ചെയ്യുവാനും അനുഭവിക്കാനും അറിയാനും സാധിക്കുന്നുവോ, അന്ന് ജ്ഞാതാവും ജ്ഞേയവും രണ്ടല്ല ഒന്നാണെന്നുള്ള ആ പ്രതീതിയിലേക്ക്, നമുക്ക് ആ ബോധത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെറും സ്ഥൂല ശരീരം മാത്രമല്ല കേട്ടോ. നമ്മള് ഗദ്യപ്രാർത്ഥനയൊക്കെ പഠിച്ചതാണ് കാണപ്പെടുന്നതൊക്കെ ഈ സ്ഥൂലം സൂക്ഷ്മം കാരണം, അല്ലെ? അതിലെ ശരീരം എന്നതുകൊണ്ട് വെറും സ്ഥൂല ശരീരം മാത്രമല്ല, വ്യക്തിസത്തയ്ക്ക് രൂപം നൽകുന്ന സൂക്ഷ്മവും സ്ഥൂലവുമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ശരീരത്തിൽ പെടുന്നു. ശരീരം എന്ന് പറയുമ്പോൾ ഈ പുറമേ കാണുന്ന തടിച്ചതോ അല്ലെങ്കിൽ മെലിഞ്ഞതോ ആയ ശരീരം മാത്രമല്ല, ഈ നമ്മളെന്ന വ്യക്തിസത്തയ്ക്ക് രൂപം നൽകുന്ന സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരം ഏതൊക്കെയാ? പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, അന്ധകരണം, അല്ലെ, പഞ്ചഭൂത തന്മാത്രകള്, പഞ്ചപ്രാണനുകള്, ഇതെല്ലാം ചേരുന്ന നാം എന്ന ജീവസത്ത, ഇതെല്ലാം ചേരുന്ന സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരങ്ങളെയൊക്കെ ചേർത്തിട്ടാണ് ഈ ശരീരം എന്നിവിടെ ഗീത പറഞ്ഞിരിക്കുന്നത്. അപ്പോ ശരീരം കൊണ്ട് വെറും സ്ഥൂല ശരീരമല്ല, നാം എന്ന വ്യക്തിസത്തയ്ക്ക് രൂപം നൽകുന്ന സ്ഥൂലവും സൂക്ഷ്മവുമായ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം ശരീരം എന്ന് പറയപ്പെടുന്നു. അപ്പോ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ജ്ഞാനത്തിൽ തന്നെയുള്ള ജ്ഞേയത്തെയാണ് നമ്മൾ വെളിയിലിരിക്കുന്നതായി കാണുന്നത്. അത് മനസ്സിലായോ എന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. കാരണം ജ്ഞാനത്തിൽ തന്നെയാണ് ജ്ഞേയം പ്രതീതമാകുന്നത്. ഇപ്പൊ സുന്ദരേശ സാറ് എന്റെ മുന്നിൽ സ്ക്രീൻ എനിക്ക് മുഖം കാണാൻ പറ്റുന്നുണ്ട്. സാറിന്റെ മുഖം പുറത്തല്ല, എന്റെ ഉള്ളിൽ പ്രതീതമായിരിക്കുന്നത്. എന്റെ ആത്മസത്ത ഒരു നിമിഷം അതാണ് പറഞ്ഞ ഭാനദർശനത്തിൽ 1-ാം ശ്ലോകം തന്നെ ഗുരു അത് എവിടെയോ അന്തർബഹിർവദാസീനം സദാ ഭ്രമരചഞ്ചലം. എന്താ അന്തർബഹിർവദാസീനം സദാ ഭ്രമരചഞ്ചലം? അപ്പോ ഉള്ളിലെ ഇരിക്കുന്നത് എന്നിട്ട് ബഹിർവദാസീനം പുറത്തെന്ന പോലെ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ ഇത് ഉള്ളിലാ. ഭ്രമരം ഒരു വണ്ടിനെ പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മനസ്സ് അവിടെ പറയാണ്.
പക്ഷെ ഇത് ഓരോന്നും അന്തഹ ബഹിർവദാസീന, അകത്തായിരിക്കുന്നത്. പക്ഷെ വസ്തു പ്രത്യയത്തിന് അതുപോലെ പുറത്തെന്നതുപോലെ നമുക്ക് തോന്നുന്നത് ഇരിക്കുന്നത് അകത്താണെന്ന് ഗുരു പറയുക. എന്റെ അമ്മേ, ആലോചിച്ച് നോക്കിയേ, എത്രയോ ആഴത്തിലുള്ള വേദാന്തമാണ്, ദർശനമാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് പുറത്തിരിക്കുന്ന വസ്തു പുറത്തല്ലേ ഇരിക്കണേ? ആ വസ്തു പ്രതീതമാകുന്നത് നമ്മുടെ ആത്മചൈതന്യത്തിന്റെ ഓരോ നിമിഷവും ആ മറമാക്കി ആത്മപ്രകാശ വസ്തുവിൽ ചെന്ന് ആ കുടത്തിന്റെ രൂപം കൊണ്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മളിരിക്കുന്ന അറിവ് തന്നെയാണ്. അതാണ് ഗുരു അങ്ങനെ പറഞ്ഞത്. നമുക്ക് തെളിയണം. അപ്പോ ജ്ഞാനത്തിലുള്ള ജ്ഞേയത്തെയാണ് വെളിയിലിരിക്കുന്നതായി നമ്മൾ കരുതുന്നത്. അപ്പോ ഈ ലോകത്തെ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ സ്വരൂപത്തിലാണ്. അതിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ഇനി വിശദമായി പറഞ്ഞു പോകുന്നില്ല. കാരണം നമ്മൾ ഓരോരുത്തർക്കും ഓരോ ലോകമാണ് ഇവിടെ. മനുഷ്യരിൽ തന്നെ പല പല ലോകങ്ങളിൽ ജീവിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. ഒരു ക്രിക്കറ്റുകാരന്റെ ലോകം അല്ലല്ലോ ഒരു സിനിമാക്കാരന്റെ ലോകം. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ചിത്തത്തിന്റെ ചിന്താഗതിക്ക് അനുസരിച്ച് ഓരോരോ ഈ ലോകത്തെ പല സ്വരൂപങ്ങളിൽ കാണുന്നവരാണ്. അപ്പോൾ അടുത്തൊരു പോയിന്റ് കുറിച്ച് വെക്കുക. അദ്വൈത സത്യം വെളിപ്പെടുത്തുന്നു ഗുരുവിന്റെ 9-10 സൂത്രങ്ങളിൽ. നമ്മൾ പറഞ്ഞു വേദാന്ത സൂത്രത്തിന്റെ ഹൃദയഭാഗത്ത് സ്തുതി ചെയ്യുന്ന 2 സൂത്രങ്ങളാണിത്. അത് അദ്വൈത സത്യം വെളിപ്പെടുത്തുന്ന സൂത്രങ്ങളാണ് 9-10 സൂത്രങ്ങൾ. അതായത് ഏകമായ അറിവിന് മാത്രമാണ് ഉണ്മയുള്ളത് എന്ന അദ്വൈത സത്യം. അപ്പൊ 9-10 സൂത്രങ്ങള് അദ്വൈത സത്യത്തെ വെളിപ്പെടുത്തുന്നവയാണ്. ഏകമായ അറിവിന് മാത്രമാണ് ഉണ്മയുള്ളത് എന്ന അദ്വൈത സത്യത്തെ. അപ്പോ ജ്ഞാതൃജ്ഞാനങ്ങളെയും അടുത്ത പോയിന്റ് ഒന്ന് കുറിച്ച് വെക്കുക. ജ്ഞാതൃജ്ഞാനങ്ങളും ജ്ഞാനജ്ഞേയങ്ങളും 9-ാം സൂത്രത്തിൽ പറഞ്ഞ ജ്ഞാതൃജ്ഞാനങ്ങളും 10-ാം സൂത്രത്തിൽ പറഞ്ഞ ജ്ഞാനജ്ഞേയങ്ങൾ എന്ന ദ്വൈത കൽപ്പനയുടെ സഹായത്തോടു കൂടി ജ്ഞാനത്തിന്റെ ഏകതയെ പറഞ്ഞിരിക്കുന്നു. ദ്വൈതം 2 മിഥുനത്വം കൽപ്പിച്ചുകൊണ്ട് ജ്ഞാതൃജ്ഞാനങ്ങളെയും ജ്ഞാനജ്ഞേയങ്ങൾ എന്ന ദ്വൈത കൽപ്പനയുടെ സഹായത്തോടു കൂടി ജ്ഞാനത്തിന്റെ ഏകതയെ വെളിവാക്കിയിരിക്കുന്നതിനാൽ അതിന്റെ പിന്നിലുള്ള തത്വം ഈ അദ്വൈതമാണ്. ഈ അദ്വൈതത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്രത്യക്ഷത്തിൽ വിപരീത സ്വഭാവം എന്ന് തോന്നുന്ന 2 ദ്വൈതങ്ങൾ വെച്ചുകൊണ്ട് ഗുരു ആ അദ്വൈത പരതയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അടുത്ത പോയിന്റ്, കേവലമായ അറിവിനെ വിഷയമാക്കുക സാധ്യമല്ല. സ്വാത്മസത്തയായി സാക്ഷാത്കരിക്കാനേ സാധ്യമാകുകയുള്ളൂ. തന്നിലിരിക്കുന്ന അറിവിനെ അറിയുന്നവൻ ഞാൻ, അറിയുന്ന വസ്തു എന്റെ ആത്മാവ് എന്നുള്ള രീതിയിൽ സാക്ഷാത്കരിക്കാൻ പറ്റില്ല. സ്വന്തം സ്വരൂപമായി അതിനെ സാക്ഷാത്കരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അറിയുന്നവനും അറിവും അറിയപ്പെടുന്നത് ഒന്നും ഇല്ലാതെയായി മാറുന്നു എന്നർത്ഥം. അതായത് എന്താ പറയാ, ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിലെ 63-ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട്, അറിവിലിരുന്ന് അപരത്വമാർന്നിടാതീ അറിവിനെയും അറിയുന്നതെന്നിയേ താൻ പരവശനായ അറിവിയിലെ പണ്ഡിതൻ തൻ പരമരഹസ്യമിതാരു പാർത്തിടുന്നു എന്ന് കുറിച്ച് വെച്ചോട്ടോ. ആത്മോപദേശ ശതകത്തിലെ 63-ാമത്തെ ശ്ലോകം. അറിവിലിരുന്ന് അപരത്വമാർന്നിടാതീ അറിവിനെ അറിയുന്നതെന്നിയേ താൻ. അറിവിലിരുന്നു കൊണ്ട്, പരമസത്യത്തിൽ കൊണ്ട് അപരത്വമാർന്നിടാതെ എന്ന് വെച്ചാൽ ഞാൻ ആ അറിവിൽ നിന്ന് ഭിന്നമല്ല, ആ അറിവ് തന്നെയാണ് എന്ന ബോധത്തോടു കൂടി ഈ അറിവിനെ അറിയുന്നു. ഈ അറിവിനെ അറിയണം. പരമസത്യത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ആ അറിവിൽ നിന്നും ഭിന്നനല്ല, ആ അറിവ് തന്നെയാണ് എന്ന ബോധത്തോടു കൂടി ഈ സത്യത്തെ നമ്മൾ അറിയണം. നമ്മൾ ഇരിക്കുന്നത് ആ അറിവ്, ആ പരമസത്യം എന്ന അധിഷ്ഠാനത്തിലാണ്. അതിൽ നിന്ന് ഭിന്നമല്ല എന്ന ബോധത്തോടു കൂടി അറിവിനെ നാം അറിയണം. അറിവിൽ നിന്ന് വേറല്ല താൻ എന്ന അനുഭവത്തോടു കൂടി ഈ അറിവിനെ അറിയുകയല്ലാതെ മാറി നിന്ന് അറിയപ്പെടേണ്ട മറ്റൊന്നായി അറിയാൻ ഇതിനെ സാധ്യമാകുകയില്ല. തന്നിൽ നിന്ന് ഭിന്നമല്ലാത്ത ഒന്നായി ഇതിനെ അറിയണം. അല്ലാതെ
താൻ എവിടെയോ പോയി കണ്ട് അനുഭവിച്ച് സാക്ഷാത്കരിക്കേണ്ട അറിയപ്പെടേണ്ട ഒന്നായി ഇതിനെ അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ പരവശനായി അറിവിയില്ല, പരവശനായി നടക്കുന്നതുകൊണ്ടേ. എന്താ ഈ പരവേശം? ഓരോ ഇന്ദ്രിയങ്ങളും അതിന്റെ വിഷയങ്ങളെ തേടി ഇങ്ങനെ നടക്കുന്നത് കൊണ്ട്, വശപ്പെട്ട് നടക്കുന്നത് കൊണ്ട്, അല്പജ്ഞാനങ്ങൾ തേടി നടക്കുന്നത് കൊണ്ട് ഈ പൂർണ്ണതയെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്ന് ഗുരു നമ്മുടെ അനുഭവത്തെയാ ഗുരു ഈ പറയണത്. പരവശനായ അറിവിയില്ല എന്ന് പറയുന്നത്. പണ്ഡിതനായ പരമരഹസ്യത്തെ സാക്ഷാത്കരിച്ച ഒരു യോഗീശ്വരന്റെ അനുഭവമാണ് ഗുരു പറയണത്. ഇന്ദ്രിയങ്ങൾക്ക് വശങ്കതരായി നടക്കുന്നവർക്ക് ഈ പൂർണ്ണതയെ അറിയാൻ പറ്റില്ല. ആത്മസത്യത്തിൽ നിന്ന് ഭിന്നമാണ് താനെന്ന് കരുതിയായിരിക്കും അവർ അന്വേഷിക്കുക. അപ്പൊ ഗുരു പറയാണ്, ആത്മസത്യത്തിൽ നിന്നും ഭിന്നമല്ല താൻ ആ സത്യം തന്നെയാണ് എന്ന രീതിയിലേ ഈ സത്യത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ പുറമേയുള്ള ഒന്നാണെന്ന് കരുതി ഇതിനെ അന്വേഷിച്ച് കണ്ടെത്തി സാക്ഷാത്കരിക്കേണ്ട ഒന്നല്ല. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ അങ്ങനെയാ, പരവശനായി നടക്കുകയാണ്, ഇന്ദ്രിയങ്ങൾക്ക് അതീതരായി ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട് നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ പൂർണ്ണതയെ അറിയാനാവില്ല. എന്നിട്ട് ഗുരു പറയാണ്, അതൊരു ഗുരുവിന്റെ ഒരു എന്താ പറയാ, അത് എന്താ വാക്ക് അതിന് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. നമുക്ക് ആരുമില്ലല്ലോ തമ്പി എന്ന് ചോദിച്ച പോലെ വിതുമ്പി പോകും നമ്മള്. പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. ഗുരു അനുഭവിച്ച ആ അനുഭവത്തിനെയാണ് ഈ പറയുന്നത്. ഇത് ജ്ഞാനികൾക്ക് മാത്രം അനുഭവവേദ്യമായ ഒരു സത്യമാണ്. ഇതാരാണ് ഇത് തിരയാൻ വരിക? ഇതിന് പൂർണ്ണതയോടെ അനുഭവിക്കാൻ ഇത് ആരാണ് വരിക എന്ന് ഗുരു ചോദിക്കുകയാണ്. നമ്മളിങ്ങനെ എന്താ, വയറു പതപ്പതിനുണ്ടു കണ്ടതെല്ലാം കയറി മറിഞ്ഞു മരിച്ചിടുന്നതിൻ മുൻ ദയതിരുമേനി മനസ്സിലോർത്തു ഭക്തി കയറു കൊടുത്തു കരേറ്റണം മനമ്മേ. അത് നമ്മളെ പോലെയുള്ളവരുടെ നിസ്സഹായാവസ്ഥയാണ് ഗുരു പറയണത്. വയറു പതപ്പതിന്, മനസ്സിന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് കണ്ടതെല്ലാം ഉണ്ട് അല്ലെ. എത്ര കണ്ടാലും മതിയാവില്ല, എത്ര കേട്ടാലും മതിയാവില്ല, എത്ര തിന്നാലും മതിയാവില്ല, എത്ര സ്പർശിച്ചാലും മതിയാവില്ല അല്ലെ, എത്ര ചിന്തിച്ചാലും മതിയാവില്ല. ഇങ്ങനെ വയറിന്റെ ഈ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിനു വേണ്ടി കണ്ടതെല്ലാം ഉണ്ട് കയറി മറിഞ്ഞു മരിച്ചിടുന്നതിന് മുൻ, ഈ ശരീരം അങ്ങനെ അങ്ങ് തീർന്നു പോകുന്നത് മുമ്പ് ഭഗവാനെ ഒരു അല്പം ദയ, ആ ദയ തിരുമേനി, നിന്റെ സ്വരൂപം, നിന്റെ തിരുസ്വരൂപം ദയയല്ലേ, ആ സ്വരൂപം എന്റെ മനസ്സിലേക്ക് ഓർക്കണം, ഒന്ന് തെളിയണം. എന്നിട്ട് നിന്നിലേക്ക് എത്താൻ ഭക്തിയാകുന്ന കയറ് നീട്ടി നീ എന്നെ ഒന്ന്, സങ്കടം വരുന്നു, ഭക്തിയാവുന്ന കയറ് തന്നിട്ട് നീ എന്നെ ഒന്ന് കരകയറ്റണം ഭഗവാനെ. നീ എന്താ ഗുരു പറഞ്ഞു തരാത്ത നമ്മളോട് അല്ലെ? രക്ഷപ്പെടാനുള്ള എല്ലാം ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ രക്ഷപ്പെടാൻ മാത്രം ശ്രമിക്കുന്നില്ല, ഗുരുവിനെ അറിയാനും ശ്രമിക്കുന്നില്ല. ഗുരുവിനെ നമ്മൾ പൂവിട്ട് പൂജിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോവുകയാണ്. പൂവിട്ട് പൂജിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകേണ്ട ചൈതന്യം അല്ല ഗുരു. അറിവേ സ്വരൂപമാണ്, അറിവാണ്. ആ ഗുരുവിനെ അറിയണം. ആ അറിവ് നമ്മുടെ ആവുന്ന ജീവനെ ഈ ലോകത്തോളം വലുതായ വലിയ ഒരു ഒരു വിശ്വമാനവികനാക്കി നമ്മളെ മാറ്റുന്ന ജ്ഞാനഗിരുമയാണ് ഗുരു. ആ ഗുരുവിനെ ഈ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയും ആരാധനയും എല്ലാം ചെയ്തോളൂ. പക്ഷെ ഗുരുവിനെ അറിയണം. അറിയാതെ കടന്നുപോയാൽ വലിയ നഷ്ടമാണ് നമുക്ക് ഈ ലോകത്ത് സംഭവിക്കുന്നത് കേട്ടോ. ഒരു മൂർത്തി മാത്രം നമ്മൾ ആക്കരുത് ഗുരുവിനെ. ഗുരുവിനെ പഠിക്കണം, അറിയണം. ആ അറിവിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റം വരുമ്പോഴാണ് നമ്മൾ ഗുരുവിന്റെ ഭക്തരാണെന്ന് പറയുക. അല്ലെങ്കിൽ നമ്മളൊരു സാധാ ഭക്തരായിട്ട്, ഒരു മൂർത്തിയെ ആരാധന ചെയ്യുന്ന ഭക്തരായിട്ട് കടന്നുപോയാൽ മതിയോ? ഈ വിശ്വം മുഴുവൻ ഒന്നായി കണ്ട ഒരു മഹാഗുരുവിനെ ഗുരുവായി കിട്ടിയിട്ട് അത് പോരാ. ഇന്ന് ലോകവ്യാപകമായി ഗുരുവിന് ആരാധനകൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. പക്ഷെ ആരാധനയ്ക്കപ്പുറം അറിയുന്നുണ്ടോ ഗുരുവിനെ എന്ന് നമ്മൾ ഓരോരുത്തരും ഗുരുവിന്റെ കൃതികൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് അറിവൊക്കെ പഠിക്കും. എനിക്കിപ്പോ ഈ വീഡിയോ ഓഫായാൽ ഒന്ന് കരയാൻ തോന്നുന്നുണ്ട്. കാരണം അത്രയ്ക്കും ജ്ഞാനഗരിമയാണ് ഗുരുവിന്റെ കൃതി നിറച്ചു വെച്ചിരിക്കുന്നത്. നമ്മളെ രക്ഷപ്പെടുത്താൻ, ഈ ജനുമൃതി എന്താ പറയാ, ജനുമൃതി ചുഴിയിൽപ്പെട്ട് ഇനിയും നരകിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് രക്ഷപ്പെടാനുള്ള മന്ത്രമാണ് ഗുരു നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏവം
ജ്ഞാന ജ്ഞേയ വിഭാഗേ എന്ന് പറയാണ്. എപ്രകാരമാണോ അറിയുന്നവനും അറിവും പരസ്പര വിഷയീഭാവം കൊണ്ട് മിഥുനത്വമായി വർത്തിക്കുന്നത്, അപ്രകാരം അറിയുന്നവനും അറിയപ്പെടുന്നതും തമ്മിലും വിഷയീഭാവം കൊണ്ട് മിഥുനത്വമുണ്ട് എന്ന് പറയാം. അങ്ങനെ ആ പരമസത്യത്തിന് മുമ്പിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ആ പരമസത്യാനുഭവത്തിലെ സുഖദുഃഖങ്ങളില്ല, ലാഭാലാഭങ്ങളില്ല, ജയപരാജയങ്ങളില്ല, മാനാപമാനങ്ങളില്ല. അറിയുന്നവനും അറിവും അറിയപ്പെടുന്നതുമെല്ലാം ഒന്നായി മാറുന്ന പരമസുഖം, ആ സുഖത്തിന് എന്നെയും പാത്രമാക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പത്താം സൂത്രത്തിന്റെ ആ വിചാരം ഗുരുവിൽ സമർപ്പിക്കുമ്പോൾ, ഇന്നിവിടെ ഗുരു പ്രതിഷ്ഠ ചെയ്ത പൂത്തോട്ട ശ്രീവല്ലഭ ക്ഷേത്രത്തില് ഇന്ന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുമ്പോൾ ഗുരു തന്ന ഒരു മെസ്സേജ് ഉണ്ട്. സുബ്രഹ്മണ്യന് ഇവിടെ പ്രതിഷ്ഠ ചെയ്യണം എന്നൊരു ആവശ്യം കൂടി വന്നപ്പോൾ ഗുരു പറയുകയാണ്, ശിവനിൽ തന്നെ സുബ്രഹ്മണ്യനെയും കണ്ടോളൂ. ശിവന് ഇന്ന് ഈ ഗുരു പ്രതിഷ്ഠിച്ച ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെ പുറകിലത്തെ വാതിൽ തുറക്കുന്ന ദിവസമാണ് വർഷത്തിൽ ഒരിക്കല്. അവിടെ ശിവന്റെ നട തുറക്കില്ല, അവിടെ അടച്ചിട്ടേക്കുക. എന്നിട്ട് ശിവനെ സുബ്രഹ്മണ്യ ഭാവത്തിൽ കാണുകയാണ്. അദ്വൈതം, ഇതിലും വലിയ അദ്വൈതം നമ്മൾ എവിടെയാ പറയുക? ആ ശിവനിൽ തന്നെ സുബ്രഹ്മണ്യനെയും ഗണപതിയെയും ദേവനെയും ദേവിയെയും എല്ലാം കാണാൻ ഗുരു നമ്മെ പഠിപ്പിച്ചു തന്നില്ലേ? ആ ഒരു ഭാവം ആ ജഗദീശ്വരന്റെ മുന്നില് ശിരസർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ അത്രയും ഗുരുപാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ശ്രോതാക്കൾക്ക് ഏവർക്കും നന്ദി, നമസ്തേ.